ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കാറ്റഗറി 2 എക്സാമൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നമുക്കറിയാം, ഒരു മിക്സ്ഡ് രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു പോയാൽ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറവാന്നല്ല ഉണ്ട്. പക്ഷേ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിക്കുക, ഏറ്റവും ആപ്റ്റായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. കാരണം ഇനി ഓരോ വർഷം കൂടുമ്പോൾ കേട്ടിട്ട് അല്ലേ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവർ നടത്തും. അപ്പോൾ ആ രീതിയിൽ ഉത്തരം കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് നോക്കാം. നമ്മൾ മുമ്പേ ചെയ്തു പോയ രീതി, അതായത് ഓപ്ഷൻസുകളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിളായ ഉത്തരം കണ്ടെത്തുന്ന മെത്തേഡ് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായും നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഗണിതപരമായ മെച്ചപ്പെട്ട കഴിവുകളുള്ളതിനാൽ ശാസ്ത്ര വിഷയങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയുമായി ബന്ധപ്പെടുത്താവുന്നത്. അതായത് ഗണിതത്തിലുള്ള കഴിവ് അതെന്തായിരുന്നു, സയൻസിൽ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവായ ഒരു വശമായി അല്ലേ, പോസിറ്റീവായ ഒരു കാര്യമായി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പോസിറ്റീവ് ട്രാൻസ്ഫർ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും. തീർച്ചയായും വന്നല്ലോ അല്ലേ. ന്യൂമോണിക്സ്, അതുപോലെ തന്നെ റീസണിങ്, അതുപോലെ തന്നെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇതൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളും ദൈനംദിന പഠന കാര്യങ്ങൾ വിലയിരുത്തി ഒരു ഡയറിയിൽ രേഖപ്പെടുത്താൻ നിഷ്കർഷിക്കുന്നു. അതായത് ഓരോ ദിവസത്തെയും പഠന കാര്യങ്ങൾ. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്ന രീതി എന്താണ്? മെറ്റാകോഗ്നിഷൻ. നമുക്കറിയാം, മെറ്റാകോഗ്നിഷൻ എന്നാൽ നമ്മൾ ചിന്തയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക. പ്രോബ്ലം സോൾവിങ് അല്ലേ, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ. അതുപോലെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്, അതുപോലെ തന്നെ ഇൻക്വയറി ലേണിംഗ്. ഏതാണ് ടീച്ചർ ഇവിടെ അതായത് എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റിംഗ് ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓൺ ആൻ ഇവാലുവേഷൻ ബേസ്. അപ്പോൾ ഇവിടെ ഒരു ഇവാലുവേഷൻ ബേസിലാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഇതിനെ എന്തായിട്ട് കാണാം, ഈ ക്ലാസ്സിൽ നടക്കുന്നത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആണ്, അതല്ലെങ്കിൽ ഒരു ജ്ഞാനനിർമ്മിതി പഠനമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. ഈ ഒരു ഇവാലുവേഷൻ ബേസിലല്ലേ. അടുത്ത നോക്കൂ. വ്യക്തിത്വ വികാസത്തിൽ സൈക്കോ ഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം. സൈക്കോ ഡൈനാമിക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതാണ് കറക്റ്റ് ഉത്തരം? എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം, ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് സിദ്ധാന്തം, പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം, കോൾബർഗിൻ്റെ സന്മാർഗിക വികാസ സിദ്ധാന്തം. തീർച്ചയായും സൈക്കോ ഡൈനാമിക് എലമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് എറിക്സന്റെ മനോസാമൂഹ്യ സിദ്ധാന്തമാണ്. ഓക്കെ, മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചേരുംപടി ചേർക്കുക. ഇവിടെ ഓരോ സൈക്കോളജിസ്റ്റും അവരുടെ സംഭാവനകളും അവരുടെ കോൺട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് നോക്കി. നമുക്ക് സ്കഫോൾഡിങ് ഒന്നാമത്തേത് ആരാണ്? സ്കഫോൾഡിങ് ഒന്നാമത്തേത് വൈഗോട്സ്കിയാണ്. C1 എവിടെയാണെന്ന് നോക്കൂ. C1 ഇവിടെ C1 തീർച്ചയായും ഇതല്ലേ ഉത്തരം വരിക. C1 ഉത്തരം വരൂ. ഇനി മറ്റുള്ളതൊന്ന് നോക്കൂ. A3 ആയിരിക്കും. A3 നോക്കി. പിയാഷെയാണോ സന്തുലനത്തിൻ്റെ ആൾ? തീർച്ചയായും ശരിയല്ലേ, ഇക്വിലിബ്രേഷൻ പിയാഷെയുടെ. അപ്പോൾ ഇതും കറക്റ്റായി. ഇനി നമ്മൾ നോക്കേണ്ടത് B4. ബാക്കിയുള്ളത് നോക്കിയാലും പ്രശ്നമല്ല. നമുക്കൊന്ന് നോക്കാം. B4 ജെറോമസ് ബ്രൂണർ ആരാണ്? ആഗമന രീതിയാണ്. ശരിയാണല്ലോ. D2 ഡേവിഡ് ഒസബലാണ്, എക്സ്പോസിറ്ററി ടീച്ചിങ്. ശരിയല്ലേ. തീർച്ചയായും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 5. 8ാം ക്ലാസ്സിലെ ഗണിത പരീക്ഷയിൽ തോൽവി സംഭവിച്ച രാമു തൻ്റെ പരാജയ കാരണം അധ്യാപകൻ നന്നായി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നൊരു ചോദ്യം വന്നില്ലേ? നോക്കൂ. രാമു ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന സമായോജന തന്ത്രമേത്? ഏതായിരിക്കും? യുക്തീകരണം അല്ലേ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, സബ്ലിമേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ. ഉത്തരം പ്രക്ഷേപണം, അതല്ലെങ്കിൽ പ്രൊജക്ഷൻ, മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏതു ദിവസമാണ് അന്തർദേശീയ ഭിന്നശേഷി ദിനമായി ആഘോഷിക്കുന്നത് അല്ലേ? ഏതു ദിവസമാണ്? ഡിസംബർ 3 ക്ലിയർ അല്ലേ? 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കുട്ടിക്ക് അവൻ്റെ ജോഗ്രഫി അധ്യാപകനെ വളരെ ഇഷ്ടമാണ്.
ജോഗ്രഫി പഠിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുകയും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്നു. പഠനത്തിൻ്റെ ഏതു നിയമമാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്? ലോ ഓഫ് അസോസിയേഷൻ, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ജനറലൈസേഷൻ, ലോ ഓഫ് എഫക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തോണ്ടൈക്കിൻ്റെ ലോസിലെ ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ലോ ഓഫ് എഫക്റ്റ്, ഫലപ്രാപ്തി നിയമം. അതായത് ടീച്ചർക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് തീർച്ചയായും ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്കും കുട്ടിക്ക് താല്പര്യം തോന്നി. തീർച്ചയായും ഇതിനാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റിഫ്ലക്റ്റീവ് നിരീക്ഷണം, അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റലൈസേഷൻ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റലൈസേഷൻ, ഇതിൻ്റെയൊക്കെ ഈ ടേമുകളൊക്കെ കോയിൻ ചെയ്തത് ആരാണ്? ഉത്തരം ഡേവിഡ് കോൾബ്. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അധികം ഉണ്ടായിട്ടില്ല. അധികം എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് വന്നതായിട്ട് ഓർമ്മിക്കുന്നുമില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പുതിയൊരു ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇത് മറ്റുള്ള എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് എക്സാമിനൊക്കെ വരാറുണ്ട്. തീർച്ചയായും പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വ്യത്യസ്ത തരം വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും പഠന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി അനുവർത്തിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ബോധന രീതി? ഓപ്ഷൻ നോക്കൂ. വ്യതിരിക്ത ബോധനം, അതായത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. രണ്ടാമത് പ്രോഗ്രാംഡ് ബോധനം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ, ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ. ഏതായിരിക്കും ഇവിടെ? അതായത് ഈ ക്ലാസ് റൂം നോക്കൂ. ഈ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത ഹെറ്ററോജനസ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് നീഡ്സുകളുള്ള കുട്ടികളാണ്. തീർച്ചയായും ഇത്തരം ക്ലാസ് റൂമിൽ ഏറ്റവും നല്ല ഇൻസ്ട്രക്ഷൻ അത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇനി അടുത്ത നോക്കൂ. 10ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു പഠന വൈകല്യമായി കണക്കാക്കാവുന്നത്? പഠന വൈകല്യം, എളുപ്പത്തിൽ ക്ഷീണിതനാവുകയും ഏൽപ്പിച്ച കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് പഠന വൈകല്യം എന്ന് പറയാനൊന്നും പറ്റില്ല. അടുത്ത നോക്കൂ. IQ 110 കിട്ടിയിട്ടും വായനക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ നോക്കൂ. വായന ഡിസ്ലെക്സിയ നമ്മൾ പഠിച്ചിട്ടില്ലേ? കുട്ടിക്ക് IQ ഉണ്ടെങ്കിലും വായനയിൽ പ്രയാസമുണ്ടല്ലോ. തന്നേക്കാൾ താഴ്ന്ന പ്രായക്കാരുമായി കളിക്കാൻ താല്പര്യപ്പെടുകയും സ്കൂൾ പാഠ്യപദ്ധതിയുടെ എല്ലാ മേഖലകളിലും താഴ്ന്ന നിലവാരവും ബാക്ക്വേർഡ് ചിൽഡ്രൻ നമുക്ക് പറയാം. പക്ഷെ അത് ലേണിംഗ് ഡിസാബിലിറ്റി കൊണ്ട് മാത്രമാവണമെന്നുണ്ടോ? മറ്റുള്ള കാരണങ്ങളാവില്ലേ? ക്ലാസ്സിൽ എന്തിനെങ്കിലും വിളിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടുക. വിക്ക് ഒരു ലേണിംഗ് ഡിസാബിലിറ്റി അല്ല അല്ലേ? അത് നമ്മുടെ ഫിസിക്കലി വരുന്ന പ്രശ്നങ്ങളല്ലേ? അത് ലേണിംഗ് ഡിസാബിലിറ്റി അല്ല. തീർച്ചയായും ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 11ാമത്തെ ചോദ്യം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രതീഷ് പഠനകാര്യങ്ങളിൽ അസാമാന്യ വൈഭവം പ്രകടമാക്കുന്നു. താഴെ പറയുന്നവയിൽ അവൻ്റെ ഉന്നതമായ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമേത്? ഇവിടെ നോക്കൂ. അസാമാന്യ വൈഭവം അതല്ലെങ്കിൽ എക്സെപ്ഷണൽ ബിഹേവിയർ. അപ്പോൾ ഈ കുട്ടി ആരാണ് ഇവിടെ? ഈ കുട്ടി ഒരു ഗിഫ്റ്റഡ് ചൈൽഡാണ്. ആരാണ്? ഗിഫ്റ്റഡ് ചൈൽഡാണ്. തീർച്ചയായും ഇത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, സെൽഫ് ലേണിംഗ്, എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ്, പീർ ട്യൂട്ടറിങ്. ഏതാണ്? എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ ശാക്തീകരണ പ്രവർത്തനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അരുന്ധതി തൻ്റെ സഹപാഠികളെയും കൂട്ടുകാരെയും എല്ലാ രീതികളിലും സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. അതായത് തൻ്റെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രത്യേക കഴിവ് സോഷ്യൽ റെഗുലേഷൻ, സാമൂഹിക നിയന്ത്രണം, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, സോഷ്യൽ ഇൻ്റലിജൻസ്. ആ കഴിവ് എന്താണ്? സാമൂഹിക ബുദ്ധി അതല്ലെങ്കിൽ സോഷ്യൽ ഇൻ്റലിജൻസ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ ആമുഖമായി വാച്യരൂപത്തിൽ ആഖ്യാനം ചെയ്യുന്നതിനെ അതായത് എന്താണ് പറയുക? ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ വൈ വെർബലി നരേറ്റിംഗ് എ സമ്മറി. അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നരേറ്റിംഗ് എ സമ്മറി ഓഫ് ദ കണ്ടന്റ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി ഇസ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ, ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഇൻക്വയറി ട്രെയിനിങ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഉത്തരം അഡ്വാൻസ് ഓർഗനൈസർ അല്ലേ? ഇതാണ് കറക്റ്റായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ചോദ്യം. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകടന മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേഡിംഗ് സമ്പ്രദായം. എ സിസ്റ്റം ഓഫ് ഗ്രേഡിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആർ ഗ്രേഡഡ് ബേസ്ഡ് ഓൺ പ്രീ ഫിക്സഡ് പെർഫോമൻസ്. ഇതിനെ പറയുന്ന പേരാണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ഓക്കെ, റിലേറ്റീവ് ഗ്രേഡിംഗ്.
ഗ്രേഡിങ് തീർച്ചയായും മുമ്പ് വന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ചു പോകണം. രോഹന് തൻ്റെ ശക്തിയെയും പരിമിതികളെയും മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഏത് തരം ബുദ്ധിയാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ്. ഏതാണ് ശരിയായ ഉത്തരം? ഇൻട്രാ, വൈയക്താന്തരിക ബുദ്ധി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഓർഡർ കണ്ടെത്താനാണ് അല്ലേ? ഇതിൻ്റെ ഓർഡർ ഏതായിരുന്നു കറക്റ്റ്? നിങ്ങൾ നോക്കൂ. ഇപ്പോൾ RT ആക്ട് 2009 വന്നു, അല്ലെ 2010 അല്ലെ നിലവിൽ വന്നു 10. PWD ആക്ട് 1995 വന്നു, 1996 നിലവിൽ വന്നു അല്ലേ? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1952 കമ്മീഷനാണ് അല്ലേ, മുതലിയാർ. അതുപോലെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ വരുന്നത് 1992 1992 അപ്പോൾ ഇതൊന്ന് നോക്കി. ഇതിൽ ആദ്യം ഇതിൻ്റെ ഒരു അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്കല്ലേ പോകേണ്ടത്, അസെൻഡിങ് ഓർഡർ. അപ്പോൾ തീർച്ചയായും സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 വരുന്ന അതാണ് ഓപ്ഷൻ എ വരുന്നു അല്ലേ? എയിൽ മൂന്നാമത്തത്. അടുത്തത് ബി ആണ്. ബി എന്താണ്? PWD ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1995 അപ്പോൾ അതിനിടക്ക് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 4ാമത്തത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കീ വരിക എന്ന് നോക്കാം. തീർച്ചയായും അടുത്തത് നോക്കൂ. 17ാമത്തത്, ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ തൻ്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്ത് പഠനം രസകരമാക്കാനും, അതായത് കൂട്ടുകാരോട് ചർച്ച ചെയ്ത്. അതുപോലെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനുവിന് സാധിക്കുന്നു. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഇവിടെ ഏതായിരിക്കും? റിഫ്ലക്റ്റീവ് ലേണിംഗ്, ആങ്കേർഡ് ഇൻസ്ട്രക്ഷൻ, ഗൈഡഡ് ഇൻക്വയറി, കൊളാബറേറ്റീവ് ലേണിംഗ്. ഏതായിരിക്കും? സഹവർത്തിത പഠനം, അതല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് ആയിരിക്കും ശരിയായത്. 18ാമത്തെ ചോദ്യം നോക്കൂ. ഒരു വ്യക്തിയുടെ സ്വത്വവും അവൻ്റെ മാനസിക പരിസരവും ചേർന്നതിനെ, അതായത് പേഴ്സൺ സെൽഫ് ആൻഡ് ദ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. എന്താണ് ഇതിൻ്റെ ഉത്തരം സ്വത്വബോധം. എന്താണ് ഉത്തരം? സ്വത്വബോധം, സെൽഫ് കൺസെപ്റ്റ് എന്നാണ് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നു. ഇതിനറിയപ്പെടുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനം എന്നാണ് അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നത്? ആൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയാം. അടുത്തത് 20. കുട്ടികളിലെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തുന്ന പരിശോധകം, അതായത് ഫോളോവിങ് ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ലേണിംഗ് ഡിഫിക്കൽറ്റി. ഏതാണ്? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതാണ്? നിദാന ശോധകം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിചക്ഷണൻ കർട്ട് കോഫ്ക, വോൾഫ്ഗാങ് കോഹ്ലർ, മാക്സ് വേർത്തിമർ. മുകളിൽ പറഞ്ഞവരെല്ലാം ഇത് മൂന്നും ശരിയാണ്. കോഫ്ക ഉണ്ട്, കൊഹ്ലർ ഉണ്ട്, മാക്സ് വേർത്തിമർ ഉണ്ട്. തീർച്ചയായും ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്രിയേറ്റിവിറ്റി ഈസ് എ ലേൺഡ് ബിഹേവിയർ ഓൺലി. ക്രിയേറ്റിവിറ്റി ഒരു ലേൺഡ് ബിഹേവിയർ മാത്രമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായും ലേൺഡ് ബിഹേവിയർ ആണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, അതിന് ശേഷം വന്നത് ഓൺലി എന്ന് വന്ന് കണ്ടോ? അതൊരു ലേൺഡ് ബിഹേവിയർ മാത്രമാണോ? അപ്പോൾ തീർച്ചയായും ക്രിയേറ്റിവിറ്റി എന്തല്ല, ഒരു ലേൺഡ് ബിഹേവിയർ മാത്രമല്ല. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണല്ലോ, തെറ്റാണ്. ഇനി മറ്റൊന്ന്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണോ? അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റിവിറ്റി എന്ത് തിങ്കിങ് ആണ് പ്രാധാന്യം കൊടുക്കുന്നത് ക്രിയേറ്റിവിറ്റിക്ക്? അത് ഡൈവേർജൻ്റ് തിങ്കിങ്. നമുക്കറിയാം ഡൈവേർജൻ്റ് തിങ്കിങ്ങിനാണ് പ്രാധാന്യം. അതേ സമയത്ത് ഇൻ്റലിജൻസോ അത് കൺവേർജൻ്റ് ആണ്. നമുക്കറിയാം കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്കാണ് വരിക, കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് ഡൈവേർജ് എന്ന് പറയുമ്പോൾ എന്താ? പല രീതിയിലേക്ക് ചിന്ത പോകുന്നതാണ് എന്ത്? ഡൈവേർജൻ്റ് തിങ്കിങ്. സോ രണ്ടാമത്തേതും എന്തല്ല? ശരിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നോക്കൂ, 1ഉം 2ഉം തെറ്റാണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. ക്ലിയർ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു അധ്യാപകന സാമഗ്രിയുടെ ഫലപ്രാപ്തി കുട്ടികളുടെ ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മാർഗമേത്? അതായത് എ ടീച്ചർ വാണ്ട് ടു ഫൈൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഇൻ ആൻ ഇംപ്രൂവിങ് ദ അറ്റൻഷൻ കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ അറ്റൻഷൻ കപ്പാസിറ്റി അത് കൂട്ടുന്നുണ്ടോ എന്നാണ് ടീച്ചർ നോക്കുന്നത്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? സർവേ, കേസ് സ്റ്റഡി, എക്സ്പെരിമെൻറ്റ്, കോറിലേഷണൽ റിസർച്ച്. നമുക്കെന്ത് ചെയ്യുക? കേസ് സ്റ്റഡി നടത്താം അല്ലേ? കേസ് സ്റ്റഡി നടത്തിയാൽ മനസ്സിലാവും. അതല്ലെങ്കിൽ പരീക്ഷണം നടത്താം. ഏതായാലും അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ ആൻസർ കീ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ടതല്ലാത്തത് RTE ആക്ട്, PWD ആക്ട്, RTI ആക്ട്, RCI ആക്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. RTE ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ? PWD പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റിയെ, അതുപോലെ തന്നെ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ അതാണ്. RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഇതിൽ അവരുമായി ബന്ധപ്പെടാത്തത്, CWSനുമായി ബന്ധപ്പെടാത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ, അത് ജനറൽ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് അല്ലേ? പൊതുജനങ്ങൾക്കൊക്കെ ഉള്ള ആക്റ്റാണ്. ഈ കുട്ടികളോട് ഉള്ള പ്രത്യേക ആക്റ്റ് ഒന്നുമല്ല. തീർച്ചയായും ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശാരീരികമായ അനാരോഗ്യ കാരണങ്ങളാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൂർണിമ തൻ്റെ സഹപാഠികളെക്കാൾ പഠന കാര്യങ്ങളിലും സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലും മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവിടെ അവലംബിക്കാവുന്ന വികസന തത്വം അല്ലേ? ശാരീരികമായ അനാരോഗ്യം ആർക്കുണ്ട്? പൂർണിമയ്ക്കുണ്ട്. അവിടെ എന്താ നമ്മൾ നോക്കുക? വ്യക്തി വ്യത്യാസ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, പരസ്പര ബന്ധ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ റിലേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ ഉത്തരമായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ റിലേഷൻ അല്ലേ? എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ റിലേഷൻ? എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എല്ലാ ഫിസിക്കലി, കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ എല്ലാ കാര്യങ്ങളും തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശാരീരികമായ പ്രയാസമുള്ളതുകൊണ്ട് മറ്റുള്ളതിലൊക്കെ മറ്റുള്ള കുട്ടികളെ പോലെയാണെങ്കിലും ഇവിടെ അതെന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നതിൻ്റെ കാരണം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഫിസിക്കലും അതുപോലെ തന്നെ ഇമോഷണലും അതുപോലെ സോഷ്യൽ, കോഗ്നിറ്റീവ് എല്ലാം കണക്റ്റഡ് ആണ്. ഇതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിവിധ പാഠഭാഗങ്ങൾ പഠിക്കുവാനായി അക്ഷയ് ആശയ മാപ്പ്, കൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കുന്നു അല്ലേ? കൺസെപ്റ്റ് മാപ്പ്. അപ്പോൾ ഇവിടെ എന്താണ് നോക്കൂ. ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അവനെ നമുക്ക് എന്ത് പറയാം? ഒരു കിനസ്തറ്റിക് ലേണറാണോ, ഓഡിറ്ററി ലേണറാണോ, വിഷ്വൽ ലേണറാണോ, അതല്ലെങ്കിൽ അവനൊരു റിഫ്ലക്റ്റീവ് ലേണറാണോ? ആരാണ്? വിഷ്വൽ ലേണർ. ആരാണ്? വിഷ്വൽ ലേണർ, ദൃശ്യ പഠിതാവ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും ദൃഢബന്ധമുള്ള ഗ്രൂപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ നമ്മൾ ക്രൗഡ്, ക്ലാസ് റൂം, ഫാമിലി, അസോസിയേഷൻ, ചിലപ്പോൾ ഫാമിലിയാണെന്ന് വിചാരിക്കും. എങ്കിലും ഏറ്റവും ദൃഢമായത് പിയർ ഗ്രൂപ്പ് അല്ലേ? ഒരാളുടെ ഫ്രണ്ട് അല്ലേ? തീർച്ചയായും പിയർ ഗ്രൂപ്പ് ഉണ്ടാകുന്ന എവിടെയാണ്? ക്ലാസ് മുറിയിലല്ലേ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികളുടെ ഭാഷാ വികസനത്തിൻ്റെ ശരിയായ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഭാഷാ വികസനം അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യമുള്ളത് ഏതാ? പ്രീ സ്പീച്ച് നടക്കുന്നു, പിന്നെ ബാബ്ലിംഗ്, പിന്നെ നടക്കുന്നു ഹോളോഫ്രൈസ്റ്റിക് അല്ലേ? ഹോളോഫ്രൈസിക്, അതുപോലെ തന്നെ ലാസ്റ്റ് ആണ് ടെലിഗ്രാഫിക്. ക്ലിയർ അല്ലേ? നാലാമത് ഇത് വരുന്നവിടെ ആദ്യം 2 വരുന്നു, പിന്നെ 1 വരുന്നു അല്ലേ? 2, 1, 3, 4. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? ആർട്ടിക്കിൾ 21A ആണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റവും അധ്യാപകനുമായുള്ള ഇടപെടലുകളെയും നിരീക്ഷിച്ചു ഉണ്ടാക്കിയ ഒരു രേഖ അവൻ്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് അറിയപ്പെടുന്നത്? പ്രത്യേക സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പെസിഫിക് ബിഹേവിയർ. ഇതിന് നമ്മൾ പറയുന്നത് അനക്ഡോട്ടൽ റെക്കോർഡ് എന്നാണ് കേട്ടോ. അനക്ഡോട്ടൽ റെക്കോർഡ്. അപ്പം 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായും എക്സാം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചവർക്ക് തീർച്ചയായും ഒരു നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. എങ്കിലും കുറച്ച് പ്രയാസമേറിയ ചോദ്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. താങ്ക് യു.